ഇന്ന് 2 കിലോമീറ്ററെങ്കിലും ഓടണം. 1 കിലോമീറ്റർ ഓടിയിട്ട് 1 കിലോമീറ്റർ ഊബർ വിളിച്ചാലാ? ഈ മമ്മൂട്ടിയെ കണ്ട ചുള്ളനായിട്ടിരിക്കുന്നത് എക്സസൈസ് ചെയ്യുന്നോണ്ടാണ്. മമ്മൂട്ടിക്ക് സിനിമയിൽ അഭിനയിക്കണം. സിനിമ കാണാൻ പോകുന്ന നമ്മളെന്തിനു ചുള്ളനായിട്ടിരിക്കുന്നത്? കുര്യ, നീ ഹെൽത്തിൽ ഭയങ്കര ഉളപ്പാവുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ 65 തീരും. നീ ഞാനും കൂടെ പണ്ട് ചെയ്ത് തൊട്ടിത്തരത്തിന് 50 തീരണ്ടേ? അതിന് നീ കർത്താവിനോട് നന്ദി പറ. ലെറ്റ്സ് ടോക്ക്. രൺ മോർ. ഇപ്പൊ മോരുമ്പതേക്ക് പോകും. റെസ്റ്റ് വേണ്ട. വേണ്ട വേണ്ട, റെസ്റ്റ് വേണ്ട. വേണ്ട. പക്ഷെ എനിക്ക് വേണം. പറയണ്ട. എനിക്ക് 2 ദിവസമായിട്ടൊരു നെഞ്ചുവേദന. നോക്കട്ടെ, ക്യാൻസർ ആടാ. ഗൂഗിൾ പറഞ്ഞാൽ തെറ്റൂല. എനിക്കുണ്ടാ 2 ദിവസമായിട്ടൊരു മുട്ടുവേദന. ശരിയാക്കി തരാം. എയ്ഡ്സാ? മുട്ടില്ല. ഗൂഗിൾ പറഞ്ഞാൽ തെറ്റൂല. എന്നാ നിനക്ക് ക്യാൻസർ ഇല്ല. എന്നാ നിനക്ക് എയ്ഡ്സ് ഇല്ല. എല്ലാവരും മേക്ക് ബിലീഫ് അല്ലേ. ഇന്നലെ ഞാൻ അയച്ച മോണിക്ക റീല് കണ്ടായിരുന്നു. മോണിക്കയും കണ്ട് മോളിക്കുട്ടിയും കണ്ട്. അതെങ്ങനെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി വേണ്ടാത്തൊന്നും അയക്കരുത്. പാസ്വേഡ് അവളേലുണ്ടാ. കെട്ടി കൊച്ചുമക്കളായിട്ടും ഭാര്യക്ക് ഭയങ്കര വിശ്വാസം തന്നെ. എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് പൂജാ ഹർജ്. അതിനകത്ത് സൗബിനും അറിഞ്ഞു കളിച്ചായിരുന്നു. എന്താണോ എന്തോ പഴയ പോലെ കണ്ണങ്ങോട്ട് പിടിക്കാനല്ലേ. പിടിക്കൂല. ചെന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കാണുന്നത്. ഇതെവിടെ പോയി കിടന്ന്? അച്ഛനമ്മ വിളിക്കുന്നു. അച്ഛന്റെ അമ്മയ്ക്ക് വിളിക്കുന്നതാണ്. അത് വിളിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പഠിക്കാനൊന്നും ഇല്ലടാ. പറഞ്ഞിട്ടുണ്ട് ആൾക്കാരിക്കുമ്പോ വേണ്ടാത്ത ചോദ്യം ചോദിക്കരുത്. അവന്റെ ഇഷ്ടത്തിന് സിവിൽ എഞ്ചിനീയറിംഗ് തൊലിക്കാൻ വിട്ടതാ. ഇതുവരെ ഒരു കുരുവിക്കോട് പോലും പണിഞ്ഞ് ഞാൻ കണ്ടില്ല. അങ്കിൾ ലുക്ക് കണ്ട അവരറിയാ ഞാൻ ലുക്കാന്ന്. ഓടുന്നതിന്റെ കൂടെ കണ്ട. ഇങ്ങോട്ട് നോക്കാനാ പറഞ്ഞത്. തൊലി. AR റഹ്മാന്റെ അച്ഛൻ പുള്ളി എഞ്ചിനീയർ ആക്കാൻ വിട്ടിട്ട് പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടർ ആയില്ലേ? ഓഹോ, അപ്പൊ ഞാൻ നിന്നെ എഞ്ചിനീയർ ആക്കാൻ വിട്ടിട്ട് നീ എന്താ ഏട്ടാ മുന്നേ? എന്റെ കഴിവ് വെച്ച്, കഴിവ് വെച്ച്, എന്റെ ടാലന്റ് വെച്ചിട്ട്. അതിന്റെ ടാലന്റ് വെച്ച് നീ എന്ത് ചെയ്തെന്ന് ഞാൻ ചോദിക്കുന്നേ. ഇതിന്റെ ക്വസ്റ്റ്യൻ നീ പറ. അയ്യോ, അങ്ങോട്ട് പാസ് കൊടുക്കല്ലേ. അവിടെ ഒരു കഴിവും ഇല്ല. അതെ, ഞങ്ങളുടെയൊക്കെ കഴിവ് ഉറങ്ങി കിടക്കുക. അയ്യോ, നീ എന്റെ മോനാണ്ട് ഞാൻ പറയാം. അത് ഉറങ്ങി തന്നെ കിടന്നോട്ടെ. എനിക്ക് വയ്യ നാട്ടുകാരുടെ നടി വാങ്ങിക്കാൻ. അതെ, പുച്ചിക്കൊന്നും വേണ്ട. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് PWDA എന്ന് പറഞ്ഞ എക്സാം അനൗൺസ് ചെയ്തിട്ടുണ്ട് കേരള PSC. എക്സാം എഴുതണമെങ്കിൽ പഠിക്കണം. അതിനാണ് ഞങ്ങൾ സിവിലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇല്ലേടാ? കഴിഞ്ഞ 5 വർഷത്തിൽ ഏകദേശം 55 കേരള PSC ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സും കഴിഞ്ഞ 2 വർഷത്തിൽ PWDAയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാ. വെയിറ്റ് എ മിനിറ്റ്. ബാക്കി നീ പറയടാ. അത് PWD ഓഫീസ് പൂട്ടി. നീ തന്നെ പറഞ്ഞു. അവർ PWDAക്ക് വേണ്ടി വീര എന്ന് പറഞ്ഞൊരു ബാച്ച് വരെ തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ സിവിൽ ആപ്പ് വഴി ഓൺലൈനായിട്ട് റെക്കോർഡ് ക്ലാസ്സസ് വഴി നമുക്ക് പഠിക്കാം. അതല്ലെങ്കിൽ ഓഗസ്റ്റ് 20 തൊട്ട് ട്രിവാൻഡ്രത്തുള്ള അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് പോയി പഠിക്കാം. പിന്നെ ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാ. ആരും മോഹിച്ചു പോകും അവിടെ പോയി പഠിക്കാൻ. അങ്ങനെ ഞങ്ങൾ ബുദ്ധി വരെ നീങ്ങാൻ പോവുക. ഈ ഇല്ലാത്ത സാധനം വെച്ച് മോൻ എവിടെ ഞെരുങ്ങുന്നായി പറയുന്നേ? നീ ഇവന്റെ കൂട്ട് വിട്ടാലേ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. ഇത് തന്നെയല്ലേ അച്ഛന്റെ അടുത്തും പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ കേട്ടോ? ഇത് തന്നെയാടാ എന്റെ അച്ഛനും എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഞാൻ കേട്ടോ? ഇനി അതൊന്നും പറയണ്ട. വാ നമുക്ക് ജോഗിയാ. വാടാ പിള്ളേര്. അച്ഛന്റെ പറവിൻ തുടരാ. ഹായ്.